വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ഹിസ്റ്ററി ഓഫ് ഹോളിവുഡ് സിനിമ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നുള്ളത് സൈലൻ്റ് ഇറനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഹോളിവുഡ് എന്നുള്ളത് ബിഗിൻ ചെയ്തിട്ടുള്ളത് ലോസ് ആഞ്ചലസ് എന്നുള്ള ഒരു സ്മോൾ ടൗണിലാണ്. പിന്നീട് 1910 ആകുമ്പോഴേക്ക് അതെന്താവുന്നുണ്ട്, ഇറ്റ് ബിക്കം ദ സെൻറ്റർ ഓഫ് അമേരിക്കൻ ഫിൽം മേക്കിങ്ങിൻ്റെ സെൻറ്ററായിട്ട് മാറുന്നുണ്ട്. എന്ത് കാരണമായിട്ട്? ഡ്യൂ ടു ഇറ്റ്സ് സണ്ണി വെതറും അതുപോലെ തന്നെ ഡിവേഴ്സ് ലൊക്കേഷൻസ് എല്ലാം ഉള്ളത് കാരണമായിട്ട് അമേരിക്കൻ ഫിൽം മേക്കിങ്ങിൻ്റെ സെൻറ്ററായിട്ട് മാറുന്നുണ്ട്. ഡയറക്ടേഴ്സായിട്ടുള്ള D.W. ഗ്രിഫിത്ത്, അദ്ദേഹം നറേറ്റീവ് സിനിമ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിലിമിലുള്ള എക്സാമ്പിൾ എന്നുള്ളത് ദ ബർത്ത് ഓഫ് എ നാഷൻ എന്നുള്ള ഫിലിമാണ്. എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുള്ളത്? നറേറ്റീവ് സിനിമ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഇനി ആ ഒരു ടൈമിലുള്ള ഷോണസ് എന്നുള്ളത് വെസ്റ്റേൺസ്, സ്ലാപ്സ്റ്റിക് കോമഡീസ്, മെലോ ഡ്രാമാസൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ലാപ്സ്റ്റിക് കോമഡീസ് ഏതൊക്കെയാണ്? ചാർലി ചാപ്ലിൻ, ബസ്റ്റർ കീറ്റൺ ഒക്കെയാണ് സ്ലാപ്സ്റ്റിക് കോമഡീസ് എന്നുള്ളത്. ഇനി ഹോളിവുഡ് സിനിമേൻ്റെ ഗോൾഡൻ ഏജ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1930 തൊട്ട് 1940 വരെയാണ് ഈ ഒരു ഗോൾഡൻ ഏജ് എന്നുള്ളത്. ഈ ഒരു ഏജിൽ തന്നെ സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡിയോ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫിലിം പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സിബിഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നുള്ളത് സ്റ്റുഡിയോ സിസ്റ്റമാണ്. ദ പോസ്റ്റ് വാർ പീരിയഡ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ദ സ്റ്റുഡിയോ സിസ്റ്റം. സ്റ്റുഡിയോ സിസ്റ്റത്തിൻ്റെ ഡിക്ലൈനും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് വാർ പീരീഡൊക്കെ 1950 തൊട്ട് 1960 വരെയാണ്. ടെലിവിഷൻ്റെ റൈസും ഈ ഒരു പീരീഡിൽ തന്നെയാണ്. TV എന്ത് ചെയ്യുന്നുണ്ട്, ബിക്കം പോപ്പുലർ. അതുപോലെ തന്നെ സ്റ്റുഡിയോ മൊണോപ്പൊളി എൻഡ് ചെയ്യുന്നുണ്ട്. ന്യൂ തീംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂത്ത് കൾച്ചർ, റിബലിയൻ ആൻഡ് സോഷ്യൽ റിയലിസം ഒക്കെയാണ് ന്യൂ തീംസ് എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ദ ന്യൂ ഹോളിവുഡ് എന്നുള്ളത് 1967 തൊട്ട് 1980 വരെയാണ്. ഡയറക്ടറാണ് ഈ ഒരു ഇറ ഡ്രൈവ് ചെയ്യുന്നുള്ളത്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ സിനിമ. അതുപോലെ തന്നെ യങ് ഫിൽം മേക്കേഴ്സാണ് ക്രിയേറ്റീവ് കൺട്രോൾ ഗെയിൻ ചെയ്യുന്നുള്ളത്. ഇനി ബ്ലോക്ക് ബസ്റ്റർ ഇറ എന്നുള്ളത് 1980 മുതൽ 1990 വരെയാണ്. ഹൈ കൺസെപ്റ്റ് ഫിലിംസാണ് ഈ ഒരു ടൈമിലുള്ളത്. ഈസിലി മാർക്കറ്റബിൾ ആയിട്ടുള്ള സ്ട്രോങ് വിഷ്വൽസ് ഉള്ള ഫിലിംസാണ് ആ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ദ ഡിജിറ്റൽ ആൻഡ് ഫ്രാഞ്ചൈസ് ഏജ് എന്നുള്ളത് 2000-ലാണ്. സ്ട്രീമിംഗ് ബൂം, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഡിസ്നി പ്ലസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ചലഞ്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ COVID-19 എന്ത് ചെയ്യുന്നുണ്ട്, തിയേറ്ററിക്കൽ റിലീസസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്, തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പീരീഡിൽ. ഇനി മേജർ കോൺട്രിബ്യൂഷൻ, ഹോളിവുഡിൽ സിനിമയിലേക്കുള്ള മേജർ കോൺട്രിബ്യൂഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ഗ്ലോബൽ സിനിമാറ്റിക് ലാംഗ്വേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എഡിറ്റിങ്, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് എക്സെട്ര. അതുപോലെ തന്നെ സ്റ്റാർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മേജർ ടെക്നിക്കൽ ഇന്നോവേഷൻസ്, പിയനേർഡ്, സൗണ്ട്, കളർ പോലെയുള്ള. അതുപോലെ തന്നെ പോപ്പുലർ ഷോണേഴ്സും ഗ്ലോബൽ പോപ്പ് കൾച്ചറൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഹോളിവുഡ് സിനിമയിലുള്ള മേജർ കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.